ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ സെയിലിനെ പറ്റി ഒരു വിശദമായിട്ടൊരു കാര്യം പറയാനാണ്. നമ്മുടെ ചെടികൾ വാങ്ങിയിട്ടുള്ളവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള ചെടികളുടെ ഒരു ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ എങ്ങനെയുള്ള ചെടികളാണ് ഞാൻ അയക്കുന്നത് ഒക്കെയുള്ളൊരു വീഡിയോ ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ചെടികൾ വാങ്ങുന്നവർക്ക് ഇതും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ 35 രൂപയ്ക്ക് ഞാൻ എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കുന്ന അടീനിയം. വെറും ചെറിയ തൈകളല്ല, കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകും. ചെറിയ തൈകളൊന്നും ഞാൻ ഇതുവരെ ആർക്കും അയച്ചിട്ടില്ല 35 രൂപയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവർക്ക്, ചെടികൾ കിട്ടുന്നവർക്ക് ഒരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല കോഡക്സ് ഉള്ള ചെടികളാണ്. അതുപോലെ തന്നെ 1 വർഷത്തോളം ഉണ്ടെന്ന് തോന്നുന്നു പഴക്കം. അതിൻ്റെ പഴക്കമുള്ള ചെടികളാണ് നമ്മൾ അയക്കുന്നത്. വെറും ചെറിയ തൈകളൊന്നുമല്ല. അപ്പം നിങ്ങൾക്ക് ഇത് നട്ട് വെക്കുമ്പോൾ ഉടനെ തന്നെ ഫ്ലവറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നമ്മുടെ ഈ അടീനിയം വാങ്ങിയവർക്ക്. ചില വ്യക്തികളൊക്കെ വിചാരിക്കും ചെറിയ തൈകളാണോ ഞങ്ങൾക്ക് 35 രൂപയ്ക്ക് അയച്ചു തരുന്നതെന്നൊക്കെ. അല്ല കേട്ടോ, ഇതുപോലെ വലിപ്പമുള്ള കോഡക്സ് ഉള്ളതും നല്ല പ്രായമുള്ള ചെടികൾ തന്നെയാണ് ഞാൻ അയച്ചു തന്നിരിക്കുന്നത്, ഇവ അയച്ചു വിട്ടിരിക്കുന്നതൊക്കെ. അപ്പം നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഒരുപാട് വ്യക്തികൾ നമ്മുടെ കയ്യിൽ നിന്നും ചെടികൾ വാങ്ങിക്കഴിഞ്ഞു. കാരണം ഓരോരുത്തർ 10ഉം 5ഉം അങ്ങനെ കൂടുതലായിട്ടുള്ള ഇതായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ 35 രൂപയുടെ അഡീനിയംസ് ഇപ്പം തീർന്നിരിക്കുകയാണ്. ഒരുപാട് പേര് വാങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും നമ്മൾ ഇങ്ങനൊരു വീഡിയോ കാണാതാണ് നമ്മൾ പ്ലാൻ സൈസ് നന്നായിട്ട് ഞാനൊരു ചെറിയ രീതിയിലേ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഇളക്കി ഞാൻ കാണിച്ചുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അവരെല്ലാം നമ്മുടെ അടുത്തുനിന്ന് ചെടികൾ വാങ്ങി, ആ ചെടികൾ വാങ്ങിയവർക്ക് ഒരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങളിത് നല്ല രീതിയിൽ നട്ട് വെക്കണം. ചുമ്മാതെ വെള്ളം മാർന്നു പോകാത്ത മണ്ണിലൊക്കെ നടുകയാണെങ്കിൽ നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ മണലിനേക്കാളും നല്ലത് ചരൽ ചേർന്ന മണ്ണ് നടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ മുറ്റമൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അവസാനം ഈ കരിയിലെ കൊണ്ടുവന്ന് അവസാനം ഇടത്തില്ലേ, അപ്പോൾ അവിടെ നല്ല ചരൽ പോലുള്ള മണ്ണായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സറിൻ്റെ കൂടെ യോജിപ്പിച്ച് നടുക. അതല്ലെങ്കിൽ നമ്മുടെ ടെറസിൽ നിന്നും വെള്ളം വാർന്നു പോകാനുള്ള പൈപ്പ്, അതിൽ നിന്ന് വീഴുമ്പോൾ ആ വെള്ളം വീഴുന്നിടത്ത് നല്ല മണലും ചരലും ഉൾപ്പെടുന്ന ഭാഗത്ത് ഉണ്ടാവും. അങ്ങനെ ആ ചരൽ നമുക്ക് അതും ഉപയോഗിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഈ അടീനിയത്തിന്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മഴ കൊള്ളുന്ന ഭാഗത്ത് വയ്ക്കുകയും, മഴയൊക്കെ കൊള്ളുന്നത് നല്ലതാണ് ഈ ചെടികൾക്ക്. അപ്പോൾ അതിനകത്തുള്ള മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ധാതുക്കളും ലവണങ്ങളെല്ലാം നമ്മുടെ ചെടിക്ക് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അല്ലാതെ നമ്മളൊരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തുകൊണ്ടൊന്നും ചെടി വളരുകയില്ല. അപ്പം ധൈര്യത്തോടെ നമുക്ക് അത് നല്ല പോട്ടിംഗ് മിക്സറാണെങ്കിൽ, നമുക്ക് നാടൻ ചെടികളല്ലേ ഇപ്പോൾ എല്ലാവരും വാങ്ങിയിരിക്കുന്നത്. അപ്പം അത് അല്ലാതെ നമ്മൾ ബഡ്ഡിങ് ചെടികളാണെങ്കിൽ അല്പം ഒരു കെയറൊക്കെ വേണം. അപ്പോൾ ഇതിനങ്ങനൊന്നും വേണ്ട. അപ്പം ഇത് നമ്മൾ പോട്ടിംഗ് മിക്സർ ശരിയായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നടുക. ചാണകപ്പൊടി ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക്, കോഡക്സ് വലിപ്പത്തിനെല്ലാം അത് നല്ലതാണ്. നമ്മൾ കോഡക്സ് വലുതാകാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെടി നല്ല രീതിയിൽ വളരുകയൊക്കെ ചെയ്യും. അങ്ങനെ വേണം ഇത് നടാനെന്നാണ് ഞാൻ എങ്ങനെയാണ് നടുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ നടുകയാണെങ്കിൽ ചെടികൾ പെട്ടെന്ന് വളർന്നു കിട്ടും. അടുത്ത ചെടി ഈ ഒരു ചെടി, ഇത് നമ്മളിങ്ങനെയാണ് എല്ലാവർക്കും, ഇത് ഓർഡർ ചെയ്തവർക്കെല്ലാം ഞാൻ ഇതുപോലെ വലിപ്പമുള്ള ചെടികളാണ്, അതുപോലെ തന്നെ നല്ല റൂട്ടഡായ ചെടികളാണ് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനിയും നമുക്ക് ഓർഡർ തരുന്നവർക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് വാങ്ങാം. കാരണം നമ്മൾ അത്രയും പൈസ കൊടുത്തൊക്കെ വാങ്ങുമ്പോൾ എത്ര ആയിക്കോട്ടെ വില, പക്ഷേ ചെടികൾ നല്ലതായിരിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ ചെടികൾ വളർത്തുന്നവർക്കല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകത്തുള്ളൂ. ചിലതാകുമ്പോൾ നമുക്ക് ചെടികൾ വളർന്നു വരാനായാലും ഒക്കെ അതിനൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെടികൾ നമ്മൾ അയക്കാറില്ല. നല്ല ചെടികളാണ് നിങ്ങൾക്ക് അയച്ച് തന്നിരിക്കുന്നതെന്നൊക്കെ നിങ്ങളുടെ കയ്യിൽ ചെടികൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടോ, അതുപോലെ നല്ല വേരുള്ള ചെടികൾ, നല്ല വലിപ്പമുള്ള ചെടികളാണ് ഞാൻ അയച്ച് കൊടുത്തിരിക്കുന്നത്. അതുമല്ല, ചിലതിലാണെങ്കിൽ ഫ്ലവർ ഉള്ളതുണ്ട്, അല്ലാതെ ചിലതിൽ മുട്ടുകൾ
വന്നു തുടങ്ങിയ ചെടികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല ചെടികളാണ് അയച്ചിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയവർക്ക് അത് മനസ്സിലാകും നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ള കാര്യം കേട്ടോ. അടുത്ത പ്ലാന്റ്സ് ഞാൻ കാണിക്കാം. കണ്ടോ, ഈ എപ്പീഷ്യ പ്ലാന്റ് ഇതെല്ലാം ഞാൻ അയക്കാനെടുത്ത ചെടികൾ എടുത്തു വെച്ചതിൽ നിന്നൊരു വീഡിയോ എടുത്തതാണ്. കണ്ടോ, ഇതുപോലെ വലിപ്പമുള്ള ചെടി തന്നെയാണ് അയക്കുന്നത്, അല്ലാതെ ചെറിയ ചെടികളൊന്നും ഞാൻ അയക്കത്തില്ല, ആർക്കും അയച്ചിട്ടില്ല. കാരണം എനിക്കറിയാം ചെടികൾ ഞാനും ചെടികൾ വളർത്തുന്ന ആളല്ലേ. അപ്പം ചെറിയ തൈകളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് വേര് പിടിപ്പിച്ചൊക്കെ എടുക്കാൻ. ഇത് വേര് ഉള്ളത് കൊണ്ട് കണ്ടോ, ഇതിനകത്ത് തൈകളൊക്കെ വന്നു തുടങ്ങുന്നത് കാണാമല്ലോ. കണ്ടോ, അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ വളർന്ന് കിട്ടുകയൊക്കെ ചെയ്യും. അതുമല്ല, ഈ ചെടി ഞാൻ കൂടുതലും ഫ്ലവർ ഉള്ളതും മുട്ടുള്ള ചെടികളുമാണ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കൂ, ഇത് നമ്മുടെ ചേമ്പിൻ്റെ കൂട്ടുള്ള ചെടി, വെള്ള കുത്തുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള ചെടികളാണ് എല്ലാവർക്കും ഞാൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചെടി നടുന്നവർ മണൽ ചേർന്ന മണ്ണിൽ നടുക. അതിന് വെള്ളം വാർന്നു പോകണം. കട്ടിയായി കഴിഞ്ഞാൽ ആ ഒരു കിഴങ്ങ് ചേമ്പ് പോലുള്ളതാണല്ലോ, അത് അഴുകിപ്പോവും. കണ്ടോ, ഈ ചെടി ഇത് ഞാൻ കട്ടിങ്സ് ഒന്നും അല്ല ആർക്കും അയച്ചത്. ഇത് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് വേരോട് കൂടി തന്നെയാണ് അയച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെടി നന്നായിട്ട് പിടിച്ച് കിട്ടും. കണ്ടോ, ഫ്ലവർ ഉള്ളതും അയച്ചിട്ടുണ്ട്, ഫ്ലവർ ഇല്ലാത്ത ചെടികളിലും വേരോട് കൂടിയുള്ള ചെടികളാണ് ഞാൻ അയച്ചത്. അപ്പം കണ്ടോ, അപ്പം നിങ്ങൾ ഇത് കട്ടിങ്സ് ഒന്നും അല്ലല്ലോ തരുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യത്തോടെ നമ്മുടെ കയ്യിൽ നിന്നും ചെടികൾ വാങ്ങിക്കുക. ഇനി വാങ്ങിക്കുന്നവർക്ക് ധൈര്യത്തോടെ വാങ്ങിക്കുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കൂടെ ചെയ്യുന്നത്, എല്ലാവർക്കും ഇത് മനസ്സിലാകാൻ വേണ്ടി. അടുത്ത ചെടി ഞാൻ കാട്ടിത്തരാം. അപ്പം നിങ്ങൾ ഓരോ ചെടികളും കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഇത് അയക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇത് കണ്ണാടി ചെടി, കൂടുതലും കട്ടിങ്സ് അല്ല ഞാൻ അയച്ചത്. കണ്ടോ, ഇതുപോലെ വേര് വന്ന ചെടികൾ തന്നെയാണ് അയക്കുന്നത്. കാരണം നമുക്കിനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെടികൾ എത്തുമ്പോൾ അത് വേര് പിടിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ചെടി പോവല്ലേ. അണ്ട് ഈ ചെടി കണ്ടോ, ഈ കണ്ണാടി ചെടി ഞാൻ എല്ലാവർക്കും വേരുള്ളത് തന്നെയാണ് അയച്ചത്. കാരണം ഇത് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ഇത് നല്ലൊരു സൈസിലെ ചെടിയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ വേരോടുള്ള ചെടി തന്നെയാണ് വാങ്ങിയവർക്കറിയാം. നിങ്ങളുടെ കയ്യിലത് കിട്ടുമ്പോൾ നമ്മൾ ചകിരിച്ചോറിലൊക്കെ വെള്ളം നനച്ച ചകിരിച്ചോറിലൊക്കെ ആണിത് പാക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെടികൾ കിട്ടുമ്പോൾ നല്ല റൂട്ടഡായ ചെടികളാണല്ലോ, അപ്പം പെട്ടെന്ന് വളരുകയൊക്കെ ചെയ്യും. പിന്നെ അടുത്തതാണ് ഈ കലാത്തിയ ചെടി. അപ്പോൾ ഇതും നമ്മൾ നല്ല ചെടികളാണ് എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നല്ല വലിയ വേരുകളൊക്കെ ഉള്ള ചെടികൾ. ഇത് പൂ വന്നത് ആണ് കേട്ടോ, എങ്കിലും കുഴപ്പമില്ല. ഇത് ഒരുപാട് തൈകളുണ്ടാവും. ഇത് വാങ്ങിയവർക്ക് പേടിക്കേണ്ട, നല്ല ചെടികൾ തന്നെയാണ് അയച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചൈനീസ് ബാൾസ്യത്തിൻ്റെ ചെടിയാണിത്. അപ്പം ഇത് നമ്മൾ കട്ടിങ്സ് ഒന്നും അല്ല അയച്ചിരിക്കുന്നത്. അപ്പം കട്ടിങ്സ് ഉണ്ട്, അവിടെ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിങ്സ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് കിട്ടില്ല എന്നെനിക്കറിയാം. അപ്പം എന്താ, ഈ ശിഖരങ്ങൾ തുടങ്ങാൻ പോകുന്ന ഭാഗത്ത് വെച്ചാണ് നമ്മളത് അടർത്തിയെടുക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടോ റൂട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് എളുപ്പം റൂട്ട് വരാനുള്ള ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണാടിച്ചെടി ആയാലും അതാക്കോണിസ് പ്ലാന്റ്സ്, അതുപോലെ ഇതുപോലുള്ള ചൈനീസ് ബോൾസി ആയാലും അങ്ങനെ നമ്മൾ അടർത്തിയെടുത്ത് നടുകയാണെങ്കിൽ എളുപ്പം നമുക്ക് റൂട്ട് വരും. അങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും ചെടികൾ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഇങ്ങനെ അടർത്തിയെടുത്താണ് എല്ലാവർക്കും അയച്ചിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് നല്ല റൂട്ടും വന്നിട്ടുണ്ട് അവിടെ. അപ്പം നമ്മൾ നല്ല രീതിയിൽ ചെടികൾ നനച്ചിട്ടിരിക്കുന്നത് കൊണ്ട് റൂട്ട് വന്ന പ്ലാന്റ്സ് തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അയക്കുന്നത്. ചിലപ്പോൾ അതിൽ വേര് പിടിച്ച് കിട്ടില്ല. അപ്പം ഈ ചെറിയ തണ്ടാണെങ്കിൽ കൂടി തണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചെടികൾ ഇനി നിങ്ങളുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളർന്നു വരുമ്പോൾ ഇതുപോലെ അടർത്തിയെടുത്ത് വേണം അടുത്ത ചെടി നട്ട് വയ്ക്കാൻ. അപ്പം നിങ്ങളുടെ കയ്യിൽ എളുപ്പം അതിന് റൂട്ട് പിടിക്കുകയും ചെടികൾ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. അടുത്ത ചെടി കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ കണ്ണാടി ചെടി ഞാൻ കട്ടിങ്സ് അല്ല എല്ലാവർക്കും അയച്ചിരിക്കുന്നത്. കട്ടിങ്സ് ആകുമ്പോൾ അവിടെ വെച്ചാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ അടർത്തിയെടുത്ത് ഞാൻ മുൻപേ കാണിച്ച അതുപോലെ തന്നെ ചൈനീസ് ബോൾസത്തിൻ്റെ കൂട്ട് ഇതുപോലെ അടർത്തിയെടുത്തിട്ട് അവിടെ അങ്ങനെയാണ് കൂടുതലും വേരോടുള്ളത് കൊണ്ട്, അല്ലാതെ അടർത്തിയെടുത്ത് അവിടെ ആകുമ്പോൾ എളുപ്പം വേര് പിടിക്കുന്ന ഭാഗമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഈ ചെടികളൊക്കെ പോട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അങ്ങ് വെയിലത്ത് കൊണ്ടുവെക്കരുത്.
2-3 ദിവസം തണലത്തിരിക്കട്ടെ. അപ്പം വേരുകൾ ഉണ്ടായി വരികയൊക്കെ ചെയ്യും. ഇത് കണ്ടോ, ഈ ചെടികൾ വാങ്ങിച്ചവർക്ക് നമ്മൾ കട്ടിങ്സ് അല്ല, കണ്ടോ ഈ വേരോട് കൂടിയ ചെടികളാണ് എല്ലാവർക്കും അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തു വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്കെല്ലാം ധൈര്യത്തോടെ ചെടികൾ നടാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ മൾട്ടി പെറ്റലായിട്ടുള്ള ചൈനീസ് ബോൾസമാണ്. ഇതിൻ്റെ മുട്ട് കണ്ടോ, നല്ല ഉണ്ട പോലെ നല്ല വലിപ്പമുള്ള മുട്ടുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചെടി നമ്മൾ കട്ടിങ്സ് ഒരിക്കലും ഞാൻ അയക്കത്തില്ല. കാരണം ഇതൊക്കെ പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടുള്ള ചെടികളാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ അടർത്തിയെടുത്താണ് എല്ലാവർക്കും അയച്ചിരിക്കുന്നത്. ചിലത് വേരോടുള്ളതും അയച്ചിട്ടുണ്ട്. ഞാൻ വേര് പിടിപ്പിച്ച് വെച്ചതും അയച്ചു. ഇത് കണ്ടോ, അതിന് വേര് വരുന്ന ഭാഗം കണ്ടോ, അത് വേര് ഉണ്ടാകാൻ തുടങ്ങുന്ന രീതിയാണ് ആ കാണുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നട്ട് വയ്ക്കുകയാണെങ്കിൽ എളുപ്പം വേര് വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഈ ചൈനീസ് ബാൾസയൊക്കെ മേടിച്ചവർ ഒരു രീതിയിലും വിഷമിക്കേണ്ട, ഒരു കാര്യമില്ല. ഇനി ഈ ചെടികളൊക്കെ വേണ്ടുന്നവർ നമുക്ക് ഓർഡർ ചെയ്തോളൂ. അപ്പം അതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. കാരണം ഇതെല്ലാം പാക്കിങ്ങിനെടുത്ത ചെടികളാണ്. അത് വെച്ചിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. അപ്പം നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ഇത് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കലാത്തിയ ചെടി കണ്ടോ, ഇത്രയും വലിപ്പമുള്ള കലാത്തിയ ചെടികളാണ് എല്ലാവർക്കും അയച്ചിരിക്കുന്നത്. അയക്കാൻ വേണ്ടി എടുത്ത ചെടികളാണ്. അതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ അയച്ച് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് വെച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണ് കണ്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, റൂട്ടഡ് ആണ്, അതുപോലെ നല്ല വലിപ്പമുള്ള ചെടികളാണ്. നിങ്ങൾ നട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരുകയും ചെടികൾക്കൊരു കേടുപാടുമില്ലാതെ. ഞാനും ഇങ്ങനെയൊക്കെയാണ്, കാരണം ഇതുപോലെ അടർത്തി എടുത്തിട്ട് വേറെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കും, ചെടികൾ നട്ട് വയ്ക്കും. അപ്പം വീണ്ടും നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മളിത് ബോക്സിൽ സെറ്റ് ചെയ്ത് വിടുമ്പോൾ അപ്പം അതൊന്ന് മടക്കി വെച്ചാണ് ഞാനിത് ബോക്സിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഇലകൾ ഒടിഞ്ഞെന്നൊക്കെ വരാം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. വീണ്ടും അതിൽ നിന്ന് നമ്മൾ നട്ട് വയ്ക്കുമ്പോൾ പുതിയ ഇലകൾ, നല്ല ഇലകൾ കിളിർത്ത് വരികയും ചെടി നല്ല രീതിയിൽ വളരുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചെടികൾ നട്ട് വെച്ചോളൂ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ നിങ്ങൾ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവരും വാങ്ങിക്കട്ടെ, അവരും നടട്ടെ. അങ്ങനെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനി ഇടുന്നതായിരിക്കും, കുറഞ്ഞ വിലയ്ക്ക് ചെടികൾ തരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ എന്നുള്ളത് ഓർക്കണം. കാരണം അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം. നല്ല നല്ല ചെടികളുടെ സെയിൽ വീഡിയോ ഇടുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.